ഹീറോൻ്റെ പഴയ എക്സ്പൾസ് 200 പുതിയ എക്സ്പൾസ് 210 തമ്മിലുള്ള ഒരു സ്പെക്സ് കമ്പാരിസൺ വീഡിയോ ആണ്. രണ്ട് ബൈക്കും തമ്മിലിപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് പഴയ മോഡലും പുതിയ മോഡലും വരുമ്പോൾ നോക്കാം. ഫസ്റ്റത്തെ മാറ്റം വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. പഴയ എക്സ്പൾസിൻ്റെ ഡിസൈൻ ഒരു കമ്മ്യൂട്ടിങ്ങിനും അഡ്വഞ്ചറിനൊക്കെ മാച്ച് ആവുന്ന ഒരു ഡിസൈനാണ്. പഴയ മോഡലെക്കാട്ടും കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക് വരുന്നത് പുതിയ മോഡലിനാണ്. മാത്രമല്ല പുതിയ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല കളർ തീമും കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിൻ്റെ ഫ്രണ്ട് സെക്ഷനും ബാക്കിലെ സെക്ഷനും ടാങ്കിൻ്റെ സൈഡിലേക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലെ വിൻസ്ക്രീന് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ടൈൽ സെക്ഷൻ ഒരു എൻഡീറോ ടൈപ്പിലാണ്. പിന്നെ ടാങ്കിൻ്റെ സൈഡിൽ ചെറിയൊരു പാഡിങ് കാണാൻ പറ്റും. മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് അടിപൊളിയാണ്. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ മീറ്ററിലാണ്. പഴയ എക്സ്പൾസിന് ഒരു LCD മീറ്റർ കൺസോളാണ്. ഒരു ചെറിയൊരു LCD മീറ്റർ കൺസോളാണ്. പുതിയതിലേക്ക് വരുമ്പോൾ ഒരു TFT മീറ്റർ കൺസോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4.2 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോളാണ്. കുറച്ച് വലിപ്പത്തിലുള്ള TFT ആണ്. അതിൽ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മൂന്നാമത്തെ മാറ്റം വണ്ടിയുടെ വെയിറ്റിലാണ്. പഴയ എക്സ്പൾസിന് 157 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ പുതിയതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടിയിട്ടുണ്ട്. പഴയ എക്സ്പൾസിനെക്കാട്ടും കുറച്ചും കൂടി ഹെവിയാണ് പുതിയ എക്സ്പൾസ്. 170 കിലോ ആണ് വണ്ടീൻ്റെ വെയിറ്റ് വരുന്നത്. നാലാമത്തെ മാറ്റം എന്ന് പറയുന്നത് പഴയ മോഡലിന് സെൽഫ് സ്റ്റാർട്ടും കിക്കർ സ്റ്റാർട്ടും അവൈലബിൾ ആണ്. പുതിയ എക്സ്പൾസ് 210 ഇപ്പോൾ ഒരു സെൽഫ് സ്റ്റാർട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒട്ടുമിക്ക എല്ലാ കമ്പനിയും കിക്കർ സ്റ്റാർട്ട് എടുത്ത് കളയലാണ്. ഇപ്പോൾ കിക്കർ സ്റ്റാർട്ട് കൊണ്ട് എന്തായാലും ഒരു പോസിറ്റീവേ ഉള്ളൂ. ഇനിവേ നമുക്ക് സെൽഫിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് ആക്കിയാൻ പറ്റും. വണ്ടി കുറച്ചും കൂടി പ്രീമിയം ആയതുകൊണ്ടാണ് സെൽഫ് സ്റ്റാർട്ട് മാത്രമായിട്ട് ഇപ്പം കൊടുക്കുന്നത്. അഞ്ചാമത്തെ മാറ്റം വണ്ടീൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിലാണ്. പഴയ എക്സ്പൾസിന് ടെലിസ്കോപ്പി ഫോർക്കാണ്. ഫ്രണ്ടിൽ 190 mm ട്രാവലും ബാക്കിൽ 170 mm ട്രാവലും ആണ്. പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പി ഫോർക്ക് തന്നെ ആണെങ്കിലും ഫ്രണ്ടിൽ 210 mm ട്രാവലും ബാക്കിൽ 205 mm ട്രാവലാണ്. ഷോക്കിൻ്റെ ക്വാളിറ്റിയിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ മോഡലായിരിക്കും കുറച്ചുകൂടി ഷോക്കിൻ്റെ ക്വാളിറ്റിയും ട്രാവലൊക്കെ കൂടുതലുള്ളത്. പഴയ എക്സ്പൾസിൻ്റെ ബാക്ക് ഷോക്ക് ഭയങ്കര ഷോക്കാണ്. ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ടാവും. ബാക്ക് ഷോക്ക് ഓയിൽ ലീക്ക് ആയിട്ടുള്ള പ്രശ്നം പല എക്സ്പൾസ് ഓണറും പറയാറുണ്ട്. പുതിയ എക്സ്പൾസ് റൂട്ടിന് ഒരു ലിങ്ക് ടൈപ്പിലുള്ള ഒരു അഡ്ജസ്റ്റബിൾ ഷോക്കാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. ആറാമത്തെ മാറ്റം വണ്ടീൻ്റെ ബ്രേക്കിങ്ങിലാണ്. പഴയ മോഡലിന് സിംഗിൾ ചാനൽ ABS മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പുതിയതിലേക്ക് വരുമ്പോൾ ഒരു സ്വിച്ചബിൾ ഡുവൽ ചാനൽ ABS ആണ്. ഇപ്പോൾ ബ്രേക്കിംഗ് ക്വാളിറ്റി എന്തായാലും പുതിയ മോഡലിനാണ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. ഏഴാമത്തെ മാറ്റം വണ്ടീൻ്റെ എഞ്ചിനിലാണ്. പഴയ എക്സ്പൾസിന് 199.9 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ഓയിൽ കൂൾ എഞ്ചിനാണ്. അതിൽ 19 bhp പവറും 17.3 Nm ഓഫ് ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പഴയ എക്സ്പൾസ് 200 ഒരു എക്സ്ട്രീം 200S നമ്മളെ സ്പോർട്സ് ടൂർ ആയിട്ടുള്ള എക്സ്ട്രീം 200Sന്റെ സെയിം എഞ്ചിനാണെങ്കിൽ പുതിയതിലേക്ക് വരുമ്പോൾ നമുക്ക് XMR എഞ്ചിൻ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് എക്സ്പൾസിന് എന്താണ് വലിയ മാറ്റം സംഭവിച്ചിട്ടുള്ളത്, വെറും 10 cc മാത്രമല്ലേ കൂടിയിട്ടുള്ളൂ എന്ന്. പക്ഷേ ഇത് നല്ലൊരു മാറ്റം തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വണ്ടിൻ്റെ ഫുൾ സ്പെക്സ് വരുന്നത് 210 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. DOC എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൽ 24.8 bhp പവറും 20.4 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പഴയ മോഡലിന് 5 സ്പീഡാണ്. അപ്പോൾ 6 സ്പീഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 4 bhp കൂടുതൽ പവർ കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 Nm ടോർക്കും വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. അടുത്ത കാര്യം, എത്ര തന്നെ പവറും എത്ര തന്നെ ടോർക്ക് കൂടിയാലും ഇതൊരു സ്പോർട്സ് ടൂറർ ബൈക്കിൻ്റെ എഞ്ചിനാണ്. ഈ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ എഞ്ചിൻ അഡ്വഞ്ചർ ബൈക്കിന് കൊടുക്കുമ്പോൾ എന്തായാലും ട്യൂണിങ്ങിൽ നല്ല വ്യത്യാസം കൊണ്ടുവരണം. ലോ ആൻഡ് ടോർക്കും ലോ ആൻഡ് പവറും നല്ല രീതിക്ക് ട്യൂൺ ചെയ്ത് വണ്ടിക്ക് കൊടുത്താൽ മാത്രമേ വണ്ടിൻ്റെ ഓഫ് റോഡിങ്ങിൽ ആ ഒരു ബോട്ടമെൻ്റൽ പഞ്ച് വണ്ടി കിട്ടുള്ളൂ. അത് ഹീറോ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ വണ്ടി നമുക്ക് റൈഡ് ചെയ്താൽ മാത്രമേ വണ്ടീൻ്റെ ആ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ വണ്ടിക്ക് സീറ്റ് ഏറ്റവും ഗ്രൗണ്ട് ക്ലിയറൻസും കുറച്ച് കൂടിയിട്ടുണ്ടാവും. പക്ഷേ അത് ഇതുവരെ ഹീറോ മെൻഷൻ ചെയ്തിട്ടില്ല. എട്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ പ്രൈസിങ്ങിലാണ്. പഴയ മോഡലിനെക്കാട്ടും കുറച്ചും കൂടി പ്രൈസ് പുതിയ മോഡലിന് കൂടുതലായിരിക്കും. വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്ഷോറൂം പ്രൈസ് 1,80,000 രൂപയാണ്. എന്തായാലും ഓൺ റോഡേക്ക് വരുമ്പോൾ ഒരു 2,28,000 to 30,000 വണ്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്.